നിന്റെ ഫ്രണ്ട്സിന്റെ കത്ത ഇതേ ഓറഞ്ചിന്റെയും പാർവതിയുടെയും ലെറ്ററാ. ഇറങ്ങി വാടാ. കണ്ടോ വരട്ടെ തരാം. നിക്ക് 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 തരാം. പിടിച്ചോ. വായിക്കടാ. എന്റെ മോളെ ഗുഡ്, വെരി ഗുഡ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഓറഞ്ച്. എന്നാലും മോളെന്ത് ഈ കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? ഏതൊരു കാര്യത്തിനും കുറച്ച് സസ്പെൻസ് ഒക്കെ വേണ്ടേ? അതുകൊണ്ടാ. ഏതായാലും നിന്റെ ഐഡിയ സമ്മതിച്ചിരിക്കുന്നു. ഒരേ സമയം 2 ലെറ്റർ, ഒന്ന് വർമ്മ സാറിനും മറ്റൊന്ന് മീരയ്ക്കും. രണ്ടിലും 2 ഹാൻഡ് റൈറ്റിംഗ്, അതും 2 കളർ പെയിൻ ഉപയോഗിച്ച്. എവിടുന്ന് കിട്ടി ഇത്രയും വളഞ്ഞ ബുദ്ധി? എന്റെ കൂടെ കൂടിയന്റെ ഗുണം തന്നെ, അല്ലാണ്ട് എവിടുന്ന? ആ കത്ത് വർമ്മ സാറിന്റെ കയ്യിലാ കിട്ടുന്നതെങ്കിൽ തീർച്ചയായും മീരമോൾക്ക് കിട്ടും. അവളത് വായിക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നില്ലെങ്കിൽ? അനിഷ്ട സംഭവങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ കാലൻ വക്കീലിന്റെ കഥ കഴിയാനുള്ള സമയമായിട്ടുണ്ട്. മീരയുടെ അഡ്രസ്സിൽ എഴുതിയ ലെറ്റർ എന്തായാലും അവക്ക് കിട്ടില്ല. മറ്റത് തീർച്ചയായിട്ടും കിട്ടും. കഞ്ഞിയിലില്ലെങ്കിൽ കഞ്ഞിക്കാലത്തിൽ എന്ന് പറയുന്നത് ഇതില്ല. ഏതായാലും ഈ കത്ത് കിട്ടുന്നതോടെ അവന്റെ അഹങ്കാരം തീരുമല്ലോ. എല്ലാം അവസാനിക്കും. വിഷ്ണുവർദ്ധന്റെ കല്യാണച്ചീട്ട് കീറാൻ സമയമായി ത്രേസ്യെടുത്തി. എന്തായി പോയ കാര്യം? വല്ല വിവരം അറിഞ്ഞോ? വിഷ്ണുവർദ്ധന്റെയും മീരയുടെയും വിവാഹം ക്യാൻസൽ. ആര് പറഞ്ഞു? ആര് പറയണം? കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്ന മണ്ഡപം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കൂട്ടസദ്യയും സമൂഹ വിവാഹവും എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുക. എന്റെ കർത്താവേ, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. അപ്പോ മീരമോക്ക കത്ത് കിട്ടി. കത്ത് കിട്ടിയത് മാത്രല്ല, അവള് വായിക്കുകയും ചെയ്തു. ഇനി അവള് നമ്മളടുത്ത് ഓടി വരും. വേട്ടനായുടെ വയലിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തോടെ അവൾ ഓടിയെത്തും. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ ബ്രാൻഡി കിട്ടുവോ? അല്ല, ഈ ഒരു ഗ്ലാസ് ബ്രാൻഡി ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ കുടിക്കുക? മിനിമോൾ കുടിക്കൂ? ഞാൻ പിന്നെ ഗ്ലാസും വെള്ളമൊക്കെ അടുക്കളയിൽ ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. ആഘോഷിക്കണം, ഈ വിജയം ആഘോഷിക്കണം. ഇവിടെ വെച്ചല്ല, അവന്റെ മുമ്പിൽ വെച്ച് എനിക്കത് ആഘോഷിക്കണം.